നമസ്കാരം. ഇന്ന് ഒരു കമൻറ്റ് കാണാനായിട്ടുണ്ടായിരുന്നു. അതായത് 3-4 ദിവസം മുമ്പ് ഈ പറയുന്ന വിജയരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തനു ചേച്ചിയുടെ ഒരു കമൻ്റ് ആയിരുന്നു. അതിനൊരു മറുപടി തരണമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഡാനി കൊട്ടേഷൻ എടുത്ത് വീഡിയോ ചെയ്തതാണെന്ന് എനിക്കെതിരെ എന്നറിയാം. എന്തിനാണ് ഡാനി സ്വന്തം വില കളയുന്നത്? സത്യമോ ചേച്ചിയുടെ ഒരു കോണ്ടന്റ് എടുത്തപ്പോഴേ അന്തം കുന്തം തിരിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കമൻറ്റ് എടുത്തിട്ടും അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ നീ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? നിൻ്റെ നിലവാരം നീ എന്തിനാ കളയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. സത്യമാണ് ചേച്ചി പറഞ്ഞത്. എന്തുവാ വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെ? ചേച്ചി എൻ്റെ ജോലി എന്താണെന്ന് ചേച്ചിക്ക് അറിയാവോ? ഞാൻ ഷിപ്പില്ല, കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാ. കപ്പലില്ല. എൻ്റെ അച്ഛന് വയ്യാത്തതുകൊണ്ട് നാട്ടിൽ വന്നൊരു വ്യക്തിയാണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ ആ ഒരു മുറിവെന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ 9-10 മാസം എടുക്കും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഓപ്പറേഷൻ വന്നു. ഇനിയും എനിക്ക് ഈ വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രം നിൽക്കുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോവാം. ഷിപ്പില്ല, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം ചേച്ചിക്ക്. ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് ഒരു നല്ലൊരു ജോലി ഉണ്ടായിട്ട് ചേച്ചി അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആണോ സമീറ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കിടന്ന് വിളിക്കുന്നു. ഗുളിക തിന്നാൻ പോകുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നവും, കൊച്ച തന്തയെ വിളിച്ചും ഇതൊക്കെയല്ലേ നിങ്ങളിരുന്ന് കാണിക്കുന്നത്. ഞങ്ങൾ അതുപോലൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വിവരക്കേടും ഒക്കെ കാണിച്ച് നിങ്ങൾ എന്ത് മാതൃകയായി നാട്ടുകാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചു. ആ കുട്ടിക്ക് ഇപ്പോൾ 10-11 വയസ്സായി വരുവാണ്. നാളെ അതിൻ്റെ ഭാവിക്ക് ഒരു കോട്ടുണ്ടാകരുത്. അത്രേ ഞാൻ ചേച്ചിയോട് പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കണ്ടന്റ് ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ആവാൻ പോകുന്ന ഒരു സ്ത്രീ ആണ് പറയുന്നത്. മോനെ ഡാനി, നീ ആ വീഡിയോ ഒന്നും കണ്ടില്ലേ? നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞു ചേച്ചി ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് തന്നെ തലപിരിക്കുന്ന ഒരു കേസ് കേട്ട വള്ളിക്കെട്ടുകളാ. ഉള്ള കാര്യം പറയാമല്ലോ. എന്ത് ചെയ്ത് സമയം കളയുന്നത് ചേച്ചി എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അല്ലടാ നീ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങ് ഒരു വീഡിയോ ഇട്ടത് തന്നെ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഈ വിജയരാജ് വന്ന് കമൻറ്റ് ഇട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും തുറന്നു പറയാൻ അവനെ വിളിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡാനി ഇതൊക്കെ തമാശയായിട്ടാണ് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ മുമ്പ് ഇത് കാണിക്കാൻ വേണ്ടി. ആ സമയത്ത് ഈ പറയുന്ന 2-3 യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു. അവനിപ്പോൾ വാഴ്ത്തിപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ അതിനകത്തും ഉണ്ടായിരുന്നു. അവരും കേൾക്ക ചെയ്ത് തന്നെയാണ്. അല്ലാതെ നമുക്ക് പേഴ്സണലി ഒരു ഇതില്ല. കാരണം അവിടെയില്ല ഇവിടെയില്ല താങ്ങി നടക്കുന്ന സ്വഭാവം. പറഞ്ഞു മനസ്സിലായി. നമ്മളുള്ള ഒരു ഓപ്പണായിട്ട് തുറന്ന് പറയുന്നതാണ്. പിന്നെ മിനി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നുള്ളതൊക്കെ കറക്റ്റാണ്. ഞാൻ എവിടെ ഉറച്ചു തന്നെ നിൽക്കും. ഓക്കെ. പിന്നെ വിജയ് പറഞ്ഞല്ലോ ലൈവിൽ വന്നാൽ ഞാൻ അവസരം തരണം നിനക്ക്, പക്ഷെ ഇപ്പോഴല്ല, ഞാൻ ഉടനെ തന്നെ നിനക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ നീ 1 രൂപയില്ല, എന്തോ നിനക്കും ഈ പറയുന്ന അതുള്ള 1 രൂപ പോലും ഇല്ല, ആരാണ്ട് കൊടുത്തെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലോ. നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അവനെപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ ആരെയും ഹൈ ലെവലും താഴെ ലെവലും അല്ല നോക്കുന്നത്. നീ ഇങ്ങനെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതേന്ന് കിട്ടുന്ന വെച്ചും മൂഞ്ചി നടക്കുന്ന ഒരുത്തനാണ് നീ. അവൻ അങ്ങനല്ല. അവൻ ഏതൊരു കോണ്ടന്റ് വന്നാൽ അവനിരുന്ന് റിയാക്ട് ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കും. അവൻ ആ ഒരു ഇതിൽ പോകുന്നുണ്ട്. അവൻ്റെ ജീവിതം അവൻ നോക്കുന്നുണ്ട്. നിന്നെ പോലല്ല. പറഞ്ഞ് മനസ്സിലായോ? പിന്നെ അവൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അത്യാവശ്യം ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. അവൻ അതും നോക്കി അങ്ങ് പോകുന്നുണ്ട്. അത് നീ മനസ്സിലാക്കി. ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞു എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. പക്ഷേ ഞാൻ അവനെ അടുത്തപ്പോഴും അവൻ എന്ന വ്യക്തി എനിക്ക് മനസ്സിലായത്. പറഞ്ഞു മനസ്സിലായോ? അവനെക്കുറിച്ച് ഇങ്ങനെ വാതോളം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്. വിജി, നിനക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ആണുങ്ങളുണ്ടോടാ? ഞാൻ നിന്നോട് ചോദിക്കുക, ഉണ്ടോ? അതാണ് നീ അവനും തമ്മിലുള്ള ഡിഫറൻസ്. നീ ഒരു അമ്മയും മോളെയും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ നാടകം അതും ഇതൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ മറ്റേ ചാനലിൽ തന്നെ കണ്ടില്ലേ, അവർ സ്ട്രൈക്കിൻ്റെ ഇത് ചെയ്തു. അപ്പോൾ എൻ്റെ വ്യൂസ് കണ്ടില്ലേ? നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഡൗൺ ആണ്. ഞാൻ അവരോട് തിരക്കാനൊന്നും പോയില്ല. ഞാനൊന്നും ഇറക്കാനൊന്നും പോയിട്ടില്ല. എൻ്റെ ആവശ്യമില്ല. ഓക്കെ. കാരണം അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യട്ടെ. കാരണം നമുക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് വേണമെങ്കിൽ പണി കൊടുക്കാം. ഇപ്പോൾ കൗണ്ടർ അടിച്ച് കഴിയുമ്പോൾ ഒരുപാട് കൗണ്ടർ അവരുടെ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ അവർക്ക് നാളെ ഒരു നമ്മുടെ രീതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ തീരാന്നേ ഉള്ള ചാനൽ. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ വരുമാനം അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മളതൊരിക്കലും ഞാനായിട്ടത് ചെയ്യത്തില്ല. ഞാനായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷെ അവരത് മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാക്കും. ആ ചാനൽ ഒരു ദിവസം ഒന്ന് ഡൗൺ ആകുമ്പോഴേ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഓരോരുത്തർക്കും ഇങ്ങനെ സ്ട്രൈക്ക് അടിക്കാൻ നടക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. അതാണ് നിൻ്റെ ചേച്ചിയോട് ഞാൻ കൊടുക്കുന്നൊരു മറുപടി. പിന്നെ നീ എന്നെ കൂവും കായും കേൾക്കാൻ വെച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നത് സത്യം പറഞ്ഞുതരാം. ശിഖണ്ഡിയാണെന്നും എടാ വിജയരാജ, നിൻ്റെ ഓരോ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നീയല്ല പറയുന്നത്. അതാരാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളുള്ളൂ മോനെ. ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നീ സൂക്ഷിച്ച് അവിടെ ഇരുന്നോ. നീ എൻ്റെ പോലെ അതുലിൻ്റെ അടുത്തൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവൻ ഉറപ്പാണ് വലിച്ച് താഴെയിട്ട് ഉരയ്ക്കും. അതുകൊണ്ട് സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ മോനുള്ളൊരു പണി വരുന്നുണ്ട്. ഇപ്പോൾ പണിക്കുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടന്നങ്ങ് എത്തും. പിന്നെ മഴയൊക്കെയാണ്, കുടയൊക്കെ പിടിച്ചിട്ട് വേണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബാക്കിയെല്ലാം വഴിയെ തരാം.